അനീഷിനെതിരെ ഷാനവാസ്, നെവിന്, അക്ബർ, ആര്യൻ എല്ലാവരും കൂടി ഇപ്പോൾ ലൈവിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അനീഷ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പം കൂടെ ആര്യൻ, ലക്ഷ്മി, നെവിനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യനോട് ചോദിച്ച് അനീഷ് ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മലയാളം എന്ന് വന്നപ്പോൾ ആര്യന് അറിയില്ല. അപ്പോൾ പ്രധാൻ എന്ന് പറഞ്ഞു കൊടുത്ത്. ഇനി അങ്ങനെ പറയണമെന്ന് പറഞ്ഞ്. അപ്പം നെവിൻ ഇരുന്ന് പറഞ്ഞ് സ്വിച്ചിനെന്താ ഇംഗ്ലീഷ് മലയാളം എന്ന് ചോദിച്ചപ്പം ആദ്യം അനീഷ് പറഞ്ഞത് അറിയില്ലെന്നാണ്. അപ്പം അതിൻ്റെ മലയാളം നെവിൻ പറഞ്ഞു കൊടുത്തിട്ട് നെവിൻ എന്തെടുത്തെന്ന് അത് വെച്ച് പോയി ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അനീഷ് ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പ് നെവിനോട് ചെന്നിട്ട് പറഞ്ഞ് ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടക്ക് കയറി പറഞ്ഞ് അത് കുളവാക്കരുത്, ചീപ്പ് ഗെയിമാന്നൊക്കെ പറഞ്ഞ് നെവിൻ്റെ നേരെ ചൂടായി. അപ്പം നെവിൻ ഒന്നും പറയാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് നെവിൻ കിച്ചണിൽ അനീഷ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഷാനവാസിനോട് വന്നിട്ട് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാനത് മോശമായിട്ടല്ല പറഞ്ഞത്, ആ സ്വിച്ചിൻ്റെ കാര്യം അതിപ്പോൾ പൊക്കിക്കൊണ്ട് വന്ന് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞ് ഇയാളുടെ ഒരു സ്വഭാവം ഇതാണ്, ഇന്നലെ എൻ്റെ അടുത്ത് എന്നെ വിളിച്ച് എൻ്റെ ഇമോഷണലെല്ലാം അറിഞ്ഞിട്ട് രാവിലെ എനിക്കെതിരെ പ്രയോഗിച്ച മനുഷ്യനാണ്. എന്നിട്ടിനി ഞാനുമായിട്ട് യാതൊരുവിധ കൂട്ടുമില്ല, എല്ലാം ഒഴിഞ്ഞെന്ന് പറയുന്ന ആളാണ് ഇയാളെ ഇനിയിപ്പം ആര് വിശ്വസിക്കാനാ? അപ്പോൾ ആര്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ് ഇനി ഒരു കാര്യവും ഇയാളോട് അങ്ങനെയുള്ളപ്പോൾ പറയരുത്, ഷാനവാസ് ഏട്ടൻ ഇയാളടുത്ത് സംസാരിക്കാനും പോരുതെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഇനി ഇയാളുമായിട്ട് ഞാനും ഒരു ഇതിനില്ല, ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ഇയാൾ മുമ്പുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് വരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ. അതേസമയത്ത് ഇയാളുടെ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞാൽ പണ്ടത്തെ അല്ലേന്നും ചോദിച്ച് നിൽക്കും. ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അനീഷിനെതിരെ. പക്ഷേ ലക്ഷ്മി മാത്രം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷ്മി എന്താണോ 2 ദിവസമായിട്ട് അനീഷിൻ്റെ പുറകെ നടക്കുവാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.